അതുപോലെ തന്നെ വേറൊരു മൂവിയിൽ ഇപ്പം ഒരു ഷോർട്ട് ഫിലിം ഓൾറെഡി ചെയ്തു പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഏതോ ഒരു മൂവി 916 എന്ന് പറയുന്ന മൂവിയിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. അതാണ് എന്റെ ഫസ്റ്റ് മൂവി കാരണം ഞങ്ങൾ സത്യം കാരണം ഞാൻ അതിന് മുന്നേ ലൊക്കേഷൻസ് ഞങ്ങൾ വളരെ ചുരുക്കം സമയം അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പോയിട്ട് കാണാറില്ല. കാരണം ഷൂട്ടിംഗ് കാണുന്നുള്ള സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാറില്ല. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഫസ്റ്റ് ബിഗ് മൂവി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ 916 എന്ന സെറ്റാണ്. അതിൽ നിന്നാണ് ഞാൻ അപ്പോൾ അതിന് മുന്നേ തട്ടത്തിൻ മറത്ത് റിലീസ് ആയതിനു ശേഷമാണ് ഞാൻ 916 ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തിരാന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യേക ഒരു ടാസ്ക് ഇല്ലായിരുന്നു അവിടെ, ഒരു പ്രത്യേക ഒരു ജോലി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റി. കോസ്റ്റ്യൂം എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്, ആർട്ട് പർച്ചേസിന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അപ്പോൾ പല ദിവസങ്ങളപ്പോൾ ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ അഭിനയം പഠിപ്പിക്കുക. അപ്പോൾ അതൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര അതിലൂടെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയം പഠിച്ചു എന്ന് വെച്ചാൽ ഞാൻ അവരെ പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിലൂടെ നമ്മൾ പഠിക്കാലോ എന്നുള്ള രീതിയിൽ. അപ്പം മാമൻ പറയുന്ന കാര്യങ്ങൾ അവർ പെർഫോമൻസ്, അപ്പോൾ ഇതൊക്കെ എനിക്ക് തിരയിൽ ഞാൻ എന്തൊക്കെ എനിക്ക് മനസ്സിലായോ, എനിക്ക് എന്തൊക്കെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ ഈ ഒരു മൂവി എക്സ്പീരിയൻസിന്റെ ഡെഫിനറ്റ് ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റേജിലുള്ള ഹാർഡ് വർക്ക് എന്തുവാണെന്നും ശരിക്കും ധ്യാനം മനസ്സിലായി തീർച്ചയായിട്ടും ആ ഒരു കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഫാദർ ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനിവാസ് ചേട്ടനെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം ഈ മൂവി കണ്ടതിന് ശേഷം മകന് തന്ന കോംപ്ലിമെന്റ് ഇല്ല, പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, അപ്പൊ പുള്ളി കുറച്ച് തിരക്കില്ല. അപ്പൊ പുള്ളി കുറച്ചൊന്ന് ഫ്രീ ആയി വരുമ്പോ വീപ്പിംഗ് ബോയുടെ ഒക്കെ റിലീസ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ കാണാം എന്നുള്ളൊരു ഐഡിയയിലുണ്ട്. റിവ്യൂസ് ഒക്കെ രീതിയിൽ ഹാപ്പി ആണെന്ന് തോന്നുന്നു. സംസാരിച്ചിട്ടില്ല ഇല്ല. ഓക്കെ, അപ്പം ഇപ്പൊ ആസ് എ ബ്രദർ അല്ലെങ്കിൽ ഫാദർ, ഇപ്പൊ മൂവി നിങ്ങൾ വീട്ടിലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മൂവി സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പൊ അതിന്റെയൊക്കെ ഓവറോൾ എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണോ ഈച്ച് അതർ? അങ്ങനെ നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അച്ഛനെ ഇപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അച്ഛൻ ഇവിടെ വരച്ചത്. അപ്പോൾ അതേപോലെ ഏട്ടൻ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏട്ടൻ എന്താണോ ഇപ്പോൾ അത് ഏട്ടൻ ആക്കിയുണ്ട്. അച്ഛൻ്റെ ഒരു ടാഗ് ഉണ്ട് ഡെഫിനറ്റ്ലി, അത് ഏട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. പക്ഷെ ഏട്ടൻ ഇപ്പോൾ എന്താണോ അത് ഏട്ടൻ്റെ ആരുടെയും സപ്പോർട്ടിൽ ഉണ്ടായതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ്റെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ അച്ഛൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വിട്ടു, അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ ഒരു രീതിക്ക് അച്ഛൻ വിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ആ രീതിയിൽ അച്ഛനും അമ്മയും ഡെഫിനറ്റ്ലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഡയറക്ടർ, ഇപ്പൊ വിനീത് എന്ന് പറഞ്ഞ ഡയറക്ടർ അല്ലാതെ വീട്ടിലിപ്പം അല്ലാതെ എന്തെങ്കിലും ഒരു ടിപ്സ്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ഇത് ഫീഡ്ബാക്സ് തരാറുണ്ടോ? തീർച്ചയായിട്ടും. ഏട്ടൻ ഇപ്പൊ ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ നമ്മൾ തുടങ്ങിയ സമയം തൊട്ടിട്ട് എന്ന് വെച്ചാൽ ഈ ഷൂട്ട് തുടങ്ങിയ ദിവസം തൊട്ടിട്ട് ചില കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഇപ്പോൾ ഇവിടെ വായ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയലോഗ് പറയുന്ന സമയത്തുള്ള ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രീനിൽ വരുമ്പം കാണാൻ രസമില്ലാത്ത ചില കാര്യങ്ങൾ, അത് സ്ക്രീനിൽ വരുമ്പോൾ രസമാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ചില വീക്ക്നെസ്സസ് ഉണ്ടാവും, നമ്മുടെ ചില ഫേഷ്യലിൽ ചില എക്സ്പ്രഷനിൽ മോശങ്ങളുണ്ടാവും. അപ്പോൾ അത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അപ്പോൾ ഏട്ടൻ വളരെ കീനായിട്ട് അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നീ വർക്ക് ചെയ്യണം, ഇതിൽ നീ ഇങ്ങനെ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് പടം ത്രൂ ഔട്ട് ഏട്ടൻ എൻ്റെ അടുത്ത് ചെറിയ കാര്യങ്ങളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇയാളെ കൊണ്ട് പറ്റുമോ ഇനി ആ വില്ലനെ ഇടിച്ച് വീഴ്ത്താൻ എന്നുള്ള ഒരു സിറ്റുവേഷൻ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ നവീന്റെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശരിക്കും റിയൽ ലൈഫിലും ഭയങ്കര ബോൾഡ് ആണോ ധ്യാൻ, അതോ ഭയങ്കര സെൻസിറ്റീവ് ആണോ? ഞാൻ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യലും, അപ്പോൾ പിന്നെ എന്താ പറയണ്ട, കുറച്ച് ചെറിയ രീതിയിൽ ട്രെയിനിങ്ങും. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പ്രധാന കാര്യത്തിൽ എന്താ പറഞ്ഞാൽ, നമ്മുടെ പടത്തിൽ ഓട്ടം ഉണ്ടാവും, ചാട്ടം ഉണ്ടാവും, അപ്പോൾ ഫിറ്റ് ആയിരിക്കണം. മസിൽ ഉണ്ടാക്കുക അങ്ങനെ രീതിയിലല്ലാതെ ഫിറ്റ് ആവണം. എന്തെങ്കിലും ഒരു മാർഷൽ ആർട്ട് പഠിച്ചു വെച്ചാൽ കൊള്ളാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് പക്ഷേ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഫൈറ്റോ അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റോ ഒന്നും ആയിരുന്നില്ല. ഇൻഫാക്ട് ഫൈറ്റ് ഒക്കെ മനസ്സിലാവില്ല, പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ പക്ഷേ അപ്പോൾ അതൊക്കെ അങ്ങനെ വർക്കൗട്ട് ചെയ്തതും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എന്നെ ഒരു ഫൈറ്റ് വന്നപ്പോൾ സ്റ്റാമിന അല്ലെങ്കിൽ എൻഡ്യൂറൻസ് അതൊക്കെ ആ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റാമിന നമുക്കത് ഓടിയും ചാടിപ്പോൾ രാത്രിയാണ് നമ്മളതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ആ ഒരു പോയിന്റിൽ നമ്മൾ
എത്രയോ സമയം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം ടയർഡാവും. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം, അപ്പോൾ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രാത്രി കഴിച്ച് നമ്മൾ ഉറക്കം വരും. അപ്പോൾ നമ്മൾ ആ ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആരും ഒന്നും ഞാനും കഴിച്ചിട്ടില്ല, സെറ്റിലാരും കഴിച്ചിട്ടില്ല. കാരണം ഷൂട്ട് കിടക്കുന്നു. അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു, ടയർഡാവും, വേർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒന്നും കഴിക്കാതെയും ഒന്നും ചെയ്യാതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാൻഡിഡ് ആയിട്ടുള്ള ഭയങ്കര റോ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കൊറിയോഗ്രാഫ്റ്റ് അല്ലാണ്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. അല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഫിറ്റ് ആവുക എന്നുള്ളൊരു സംഭവം. എന്തായാലും ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എല്ലാം തന്നെ നമ്മൾ ഈ മൂവിയിൽ കണ്ടു. അപ്പൊ എന്തായാലും നമ്മുടെ ഷോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസിനോട് ധ്യാൻ എന്താണ്, ഓൾറെഡി എല്ലാവരും മൂവി കണ്ടു കഴിഞ്ഞു. അപ്പം ഇനിയും ഉള്ള അപ്കമിങ് പ്രോജക്ട്സ് എല്ലാം സക്സസ് ആവട്ടെ. അപ്പോൾ ഓഡിയൻസിനോട് എന്താണ് ധ്യാന് പറയാനുള്ളത്? ഇപ്പോൾ തിര November 14 റിലീസായിരിക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു സംഭവം വെച്ചാൽ ഫാമിലിയോടെ പോയി കാണാൻ പറ്റുമോ, ഇത് ജോണർ, ഇത് ത്രില്ലറാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ത്രില്ലറാണെന്നുള്ള രീതിയിലോ അങ്ങനെയൊന്നല്ല. നമ്മളൊരു ഫാമിലി ഓഡിയൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പടം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാമിലി വരണം, കുറച്ചുകൂടെ ഇൻവോൾവ്, കുട്ടികളും ഫാമിലിയോടെ വരണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പടം കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്തും പറയാം. കാരണം വേർഡ് ഓഫ് മൗത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും എന്തായാലും ഫാമിലിയോട് തന്നെ പോയി വാച്ച് ചെയ്യണം മൂവി. കാരണം ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണിത്. അപ്പോൾ എന്തായാലും ധ്യാന് അപ്കമിങ് വരുന്ന എല്ലാ പ്രോജക്ട്സും ഇതുപോലെ തന്നെ സക്സസ് ആവട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.